അത്താഴത്തിനു ശേഷം ഉമ്മറക്കോലായിൽ സല്ലപിച്ചുകൊണ്ടിരിക്കെ മാധവൻ നമ്പൂതിരി ഭാര്യയോട് ഒരാഗ്രഹം പറഞ്ഞു. ഈ നിലാവിൽ കാവിനടുത്തുള്ള ചോല ഒന്ന് കണ്ടുവന്നാലോ? അസമയമാണ്. എങ്കിലും ഭർത്താവിന്റെ മോഹമല്ലേ? സ്വൽപ്പം പരിഭ്രമത്തോടെ ഭാർഗവി അന്തർജനം സമ്മതം മൂളി. പൗർണമിയുടെ വെളിച്ചത്തിൽ കാവിലേക്കുള്ള ഇടവഴിയെ ആ യുവമിഥുനങ്ങൾ കൈകൾ കൊരുത്തുപിടിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു. ചോലയിലെ തെളിനീരിൽ തട്ടി നിലാവെളിച്ചം അവിടമാകെ പടർന്നതുപോലെ. അപ്പോഴാണ് ആ കാഴ്ച അവർ കാണുന്നത്. ചോലയുടെ കരയിൽ നിന്ന് ഒരു മൂരിക്കുട്ടൻ വെള്ളം കുടിക്കുന്നു. കൗതുകം തോന്നിയ തിരുമേനി അതിനടുത്തേക്ക് പോകാനാഞ്ഞു. തിരുമേനി, അരുത്! ആ സമയമാണ്. വല്ല ഒടിയോ മറ്റോ ആണെങ്കിലോ? ശത്രുക്കൾ ആരെങ്കിലും? ഒടിയൊക്കെ അന്ധവിശ്വാസമല്ലേ ഭാർഗവിക്കുട്ടിയെ? പിന്നെ നമുക്കാരാണ് ശത്രുക്കൾ? മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവർക്കല്ലേ ശത്രുക്കൾ? ചോലയുടെ അരികിൽ നിന്നും കുറച്ചു പുല്ല് പറിച്ചെടുത്തു തിരുമേനി മൂരിക്കുട്ടനരികിലേക്ക് നടന്നു. അപ്പോഴേക്കും മൂരി രണ്ടടി പിന്നിലേക്ക് മാറി. തോടയാട്ടി മണികിലേക്ക് മെല്ലെ തിരിഞ്ഞു നിന്നു. നമ്പൂതിരി വാത്സല്യത്തോടെ കൈനീട്ടി അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെല്ലുന്തോറും മൂരി പിന്തിരിഞ്ഞു നിൽക്കും, വീണ്ടും മണികിലിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ അതിന്റെ ഒപ്പം തിരുമേനി ഇരുട്ടിലേക്ക് മറഞ്ഞു. പെട്ടെന്ന് ഒരു നിലവിളി. അയ്യോ, ഭാർഗവിക്കുട്ടിയെ! ഭാര്യ ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച മണ്ണിൽ വീണ് രക്തത്തിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്ന തിരുമേനിയെയാണ്. ആരുടെയോ പ്രതികാരത്തിന്റെ ചതിയിൽപ്പെട്ട് മാധവൻ നമ്പൂതിരി ആ രാത്രി മരണമടഞ്ഞു.